ഹായ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. ഏത്തപ്പഴവും തേങ്ങയൊക്കെ ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ 2 ഏത്തപ്പഴം പുഴുങ്ങിയതിന് ശേഷം നല്ലതായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പഴുത്ത ഏത്തപ്പഴമാണ് നല്ലത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വെന്ത് കിട്ടും പുഴുങ്ങിയെടുക്കുമ്പോൾ. അപ്പോൾ ഉടച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഇതുപോലെ ഉടച്ചെടുത്ത് വെക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിനകത്ത് കിടന്നാലും കുഴപ്പമില്ല. നമ്മളത് കഴിക്കുമ്പം ആ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് സ്മൂത്തായിട്ട് ഉടയ്ക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. ഇതിലൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ മധുരം പോലെ പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലും നല്ലതാണ് കേട്ടോ. ഉരുക്കിയൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ശർക്കര ചുരണ്ടി ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു സ്പെഷ്യൽ സാധനമാണ് ചേർക്കുന്നത്, പപ്പടം പൊടിച്ചത്. 2-3 പപ്പടം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ പപ്പടം ചേർക്കുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ. ആ ഏത്തപ്പഴവും തേങ്ങ, പഞ്ചസാര, ഏലക്ക, പപ്പടം എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് പപ്പടം ഒരിക്കലും ഒഴിവാക്കരുത്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ ചേർക്കാം. അതും നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാനൊരു 1.5 ടീസ്പൂണാണ് ചേർത്തത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂണേ ഇടാവുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല വെന്ത പഴമൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും അതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഒത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിനകത്ത് കുറച്ച് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിന്ന് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് മൈദ ആയാലും ഗോതമ്പ് പൊടി ആയാലും ഒത്തിരി ചേർക്കരുത് കേട്ടോ. ജസ്റ്റ് ആ സോഫ്റ്റ് ആയിരിക്കുന്നത് ഒന്ന് മാറി നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റണം. അതുപോലെ എണ്ണയിലിടുമ്പോൾ അതിങ്ങനെ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകുന്നൊരു ഇത് മാറണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പൊടി അല്ലെങ്കിൽ മൈദ, ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം 2 ടേബിൾ സ്പൂണേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഞാനിതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടു. എല്ലാം കൂടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് കഴിക്കുമ്പോൾ ഇതിനകത്ത് മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റരുത്. ഏത്തപ്പഴത്തിൻ്റെയും പപ്പടത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ട. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഷേപ്പ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് എണ്ണയൊന്ന് തേച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം. ഞാനത് ജസ്റ്റ് റൗണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ മതി. ഒത്തിരി കനം കുറഞ്ഞു പോകരുത്. കുറച്ച് കട്ടിക്ക് തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് റെഡിയാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും ഒന്ന് ബ്രൗൺ ആയാൽ മാത്രം മതി. ഒന്നും വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് എണ്ണ മതി. ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഇത്രയും എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ ഒരു പരന്ന പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ 2 സൈഡും വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം. അങ്ങനെ ചെയ്താലും നല്ലതാണ്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 2 സൈഡും ബ്രൗൺ ആയി കിട്ടും കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ.
ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കണമെന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.